السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. ഈ പരിപാടിക്ക് സർവ്വവിധ വിജയവും ആശംസിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു പവിത്ര ഗ്രന്ഥമാണ്. 14 നൂറ്റാണ്ടായി ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥമാണത്. ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥവും വിശുദ്ധ ഖുർആനാണ്. ഇത് നമ്മൾ മുസ്ലിങ്ങൾ മാത്രം പറയുന്നതല്ല. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക മുഹമ്മദ് എന്ന ശീർഷകത്തിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദനത്തിൽ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് എന്ന്. ഖുർആൻ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്, സത്യവിശ്വാസികളുടെ അടയാളമാണ്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വ യസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. സൂറത്ത് ഫാത്തിർ 29-30 സൂക്തങ്ങളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആൻ്റെ മുമ്പുള്ള വേദ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചും ഖുർആൻ ശ്ലാഘിച്ചു പറഞ്ഞിട്ടുണ്ട്. യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. സൂറത്തു ആൽ ഇമ്രാൻ 113 ആയത്തിൽ ഇത് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ അഹ്ൽ കിതാബിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബൈബിൾ മൻസൂഖായിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ സജീവമായി ലോകാവസാനം വരെ നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആൻ്റെ പാരായണം എത്രമാത്രം മഹത്തരമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം പ്രതിഫലമുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. വളരെ ലളിതമായി ഒരിക്കൽ നബി തങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ അധ്യാപനം നിർവഹിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ആ ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന വൽ ഹസന ബിഅശ്രി അംസാലിഹ ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അള്ളാഹുവിൻ്റെ വേദമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അവന് ഒരു പുണ്യമുണ്ട്. ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം 10 ഇരട്ടിയാണ്. എന്നിട്ട് തിരുമേനി പറഞ്ഞു, അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമല്ല. അലിഫ് ഒരക്ഷരമാണ്, ലാം വേറെ ഒരക്ഷരമാണ്, മീം വേറെ ഒരക്ഷരമാണ്. എന്ന് വെച്ചാൽ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അയാൾക്ക് 30 പുണ്യമുണ്ട് എന്നാണ് അതിൻ്റെ താല്പര്യം. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പഠിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ് നമ്മുടെ ഈ സംരംഭം കൊണ്ട് പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ ഓതുന്നതിന് സവിശേഷമായി നിശ്ചയിക്കപ്പെട്ട നിയമങ്ങളെ സംബന്ധിച്ചാണ് തജ്വീദ് എന്ന് പറയാറുള്ളത്. ആ പദത്തിൻ്റെ അർത്ഥം മെച്ചപ്പെടുത്തുക എന്നാണ്. മെച്ചമായി പാരായണം ചെയ്യുക, നന്നായി ഓതുക എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതീർണമായത് തജ്വീദ് നിയമങ്ങളോട് കൂടിയാണ്. ഒരിക്കൽ ജിന്നുകൾ നബി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട ഒരു സംഭവം ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇലാ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ. സൂറത്തുൽ ജിന്ന് എന്നൊരു സൂറത്ത് തന്നെയുണ്ട്. 1-2 സൂക്തങ്ങളിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ ശ്രവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. 1-ാം സൂക്തത്തിൽ പറയുന്നത് അതാണ്. അപ്പോൾ
ആ നിയമം അനുസരിച്ചായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അത് അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ പണ്ട് പഠിച്ചു പക്ഷേ മറന്നു പോയിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് ഏറെ ഫലപ്രദമാണ് നമ്മുടെ ഈ സംരംഭം. അങ്ങനെ ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ പരിശീലന പ്രക്രിയയിലൂടെ നാം ഖുർആൻ നിയമാനുസൃതം പാരായണം ചെയ്യാൻ പരിശീലിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് ഖുർആൻ തന്നെ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ മുസമ്മിൽ 3-ാം ആയത്തിൽ ഇത് കാണാം. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ എങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് ആ നിയമങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ടായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, ഓതേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ചില നിശ്ചിത അക്ഷരങ്ങൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നാ അൻസൽനാഹു ഉദാഹരണം. അതേസമയം ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇന്നാ കതബ്ന ഞങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നിയമം ഉണ്ടാവില്ല. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് ഈ നിയമമുള്ളത്. അതുപോലെ ചില വ്യത്യസ്ത അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായ ചില നിയമങ്ങളും ഖുർആൻ പാരായണത്തിലുണ്ട്. ഇദ്ഗാം, ഗുന്നത്ത് എന്നൊക്കെയുള്ള പേരിൽ അത് നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അനിവാര്യമായൊരു വിഷയമായതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക് പോലും 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴാണ് പ്രാഥമിക മദ്രസകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുക. അത്ര ചെറിയ കുട്ടികൾക്ക് പോലും തജ്വീദ് പഠിപ്പിക്കപ്പെടുന്നത് തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാവൂ എന്നുള്ള നിയമം നിലവിലുള്ളത് കൊണ്ടാണ്. കാരണം അള്ളാഹു അങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയേ ഖുർആൻ ഓതാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് പരിചയമില്ലാത്ത ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല. ചെറിയൊരു പരിശീലനത്തിലൂടെ ആ ന്യൂനത പരിഹരിച്ചെടുക്കാൻ കഴിയും. ചെറിയൊരു പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് ഇങ്ങനെ ഓതുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് പിന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ ആ ഉസ്താദ് പറഞ്ഞു തരും. അപ്പോൾ ആ നിയമം അനുസരിച്ച് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ, അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ സാർവത്രികമാണല്ലോ. റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമ്മളെ സൗകര്യം അനുസരിച്ച് രാവിലെ വൈകുന്നേരം ഉച്ചക്കോ രാത്രിയോ എപ്പോഴാണ് നമുക്ക് സൗകര്യം ആ സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കപ്പെട്ട ആ ശബ്ദം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വൽഅഖ്ദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമു ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹകദാ മിൻഹു ഇലൈനാ വസല. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. തജ്വീദിൻ്റെ നിയമം പാലിക്കാതെ ഖുർആൻ ഓതിയാൽ അവൻ കുറ്റവാളിയാകും. കാരണം ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, തജ്വീദ് നിയമങ്ങളോടൊപ്പമാണ്, അതനുസരിച്ചാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അങ്ങനെ തന്നെയാണ് നബിയിൽ നിന്ന് സഹാബികളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നമുക്ക് ഖുർആൻ പാരായണം ലഭിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഖുർആൻ പാരായണം ചെയ്യണം. അതിന് സഹായകമാകാൻ വേണ്ടിയാണ്. മെല്ലെ മെല്ലെ ഇങ്ങനെ പരിശീലിച്ചാൽ ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയത്തിനകം നമുക്കത് സുന്ദരമായി നിയമാനുസൃതം പാരായണം ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു തീരുമാനമെടുക്കുക, ഒരു മനക്കരുത്ത് ഉണ്ടാവുക എന്നത് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യൽ നമ്മുടെ സ്ഥിരം ശീലമാകണം. സുബഹി നിസ്കരിച്ച ഉടനെ ഓതലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ രാത്രി ഓതാം, സുബഹിൻ്റെ മുമ്പ് 10 മിനിറ്റ് ഓതാം. ഏതെങ്കിലും സൗകര്യമുള്ള സമയത്ത് സ്ഥിരമായി കുറേശ്ശെ ഖുർആൻ ഓതി വന്നാൽ നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും. ഈ പരിപാടിക്ക് സർവ്വവിധ വിജയവും ആശംസിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.